എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് സോൾലൻഡ് എപ്പിസോഡ് 82 കാണാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ കാണിക്കുന്നത് ടാങ്സനും യാങ് വോഡിനും തമ്മിലുള്ള ഫൈറ്റാണ്. അവർ ഫൈറ്റിനായിട്ട് റെഡിയാകുന്നു. യാങ് വോഡിൻ്റെ മാർഷൽ സോള് ഒരു ടൂൾ സോളാണ്, 82 ലെവല്. ടാങ്സന് 66. ടാങ്സിൻ്റെ റെഡ് സോൾഡറും കണ്ട് ഷോക്കായി. എങ്കിലും നിൻ്റെ ഹോത്തിയൻ ഹാമർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം കണ്ടാൽ മതിയോ എന്ന് പറഞ്ഞ് സോൾ ബോൺ എടുക്കുന്നു. അറ്റാച്ച്ഡ് സോൾ ബോൺ. ടാങ്സന് എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നു എന്ന് ബായ്. യാങ് വോഡിനാണെങ്കിൽ ചുമ്മാ അല്ല അവൻ ഇത്ര അഹങ്കാരം എന്ന് വിചാരിച്ച് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. യാങ് വോഡിൻ ഓടി വരുമ്പോൾ ബ്ലൂ സിൽവർ കേജ് വെച്ച് ലോക്കായി. എങ്ങനെ ജയിക്കണം, എൻ്റെ ബെസ്റ്റ് കാണിക്കണം എന്ന് ടാങ്സൻ. എന്നാൽ യാങ് വോഡിൻ്റെ ഫസ്റ്റ് സോൾ സ്കില്ല് വെച്ച് തന്നെ ഒരു ഷോക്ക് എന്ന സോൾ സ്കില്ല് വെച്ച് അത് പൊട്ടിച്ച് കളഞ്ഞു. ടാങ്സൻ പ്ലാന്റ് വിടുമ്പോൾ അതെല്ലാം അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടാണ് വരുന്നത്. ടാങ്സന് മനസ്സിലായി ഈ ബ്ലൂ സിൽവർ എംബറർ വർക്കിംഗ് ആകുന്നില്ല എന്ന്. ഹിഡൻ വെപ്പൺ ഉപയോഗിച്ച് പിന്നെ അറ്റാക്ക്. എന്നാൽ അതെല്ലാം നിഷ്പ്രയാസം തടയുന്നു. പിന്നും അറ്റാക്ക് തന്നെ. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞാനാടാ എന്ന പോലെയാണ് ആ വരുന്നതെല്ലാം തടയുന്നത്. അതെങ്ങനെയൊക്കെ വരുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാണ് ഫൈറ്റും ചെയ്യുന്നത്. ടാങ്സ് ഇത്രയും നാളും ഫൈറ്റ് ചെയ്ത ഗ്രേറ്റ് സോൾലൻഡ് മാസ്റ്റേഴ്സിൽ നിന്നും യാങ് വോഡിനെ കമ്പയർ ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് അവനും അറിയും. യാങ് വോഡിനാകട്ടെ ടാങ്സിൻ്റെ ഹാർട്ടിൽ ഐലോക്ക് ചെയ്തിട്ട് അടിക്കുന്നു. മിക്കവാറും ഉള്ളത് ലക്കിനൊക്കെയാണ് ടാങ്സൻ രക്ഷപ്പെടുന്നത്. ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് മനസ്സിലാക്കി ക്ലസ്റ്റർ ചേസിയും ബോൾ എടുത്ത് എറിയുന്നു. അതിൻ്റെ വോൾനീഡിലും പോയിസണും പുറത്തു വന്നത്. അതാണ് ടാങ്സൻ ചെയ്ത മണ്ടത്തരം. പോയിസൺ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതുമായ ആളുടെ മുന്നിൽ തന്നെ ഈ പോയിസണൊക്കെ വെച്ചാൽ അതെല്ലാം ചുച്ചൂബി മാറ്റർ. ആ വരുന്നതും ടാങ്സൻ അല്ലാതെ ഉപയോഗിച്ച നീഡിൽസ് എല്ലാം ആ സ്പിയർ വെച്ച് തന്നെ അകറ്റി. ടാങ്സനോട് ഇനി ഞാൻ സീരിയസ് ആകാൻ പോകുന്നു, ഇത്രയും നേരം കണ്ടത് എൻ്റെ തമാശ മാത്രം എന്ന് പറഞ്ഞ് മാർഷൽ സോൾ ഫോം എടുക്കും. ആവുകയാണെങ്കിൽ യാങ് വോഡിയും സീരിയസ് അതിൻ്റെ ലിവർ റൂം ഇല്ലാതാക്കി എന്നതിലാണ് ടെൻഷൻ. ടാങ്സൻ അവൻ്റെ ബ്ലൂ സിൽവർ എംബറായ സ്പിയർ എടുത്തെറിയുന്നു. അതിൽ വന്ന് ഇടിച്ച് അതെല്ലാം പൊട്ടിപ്പോയി. അതിൻ്റെ എഫക്റ്റ് സീലിംഗ് പൊട്ടിച്ച്. അവരെല്ലാവരും മാറുമ്പോൾ ഷവിയാങ്ങിൻ്റെ അടുത്തേക്ക് ഒരു കല്ല് വീഴാൻ വരുന്നു. അത് ഫാറ്റി രക്ഷിച്ചു. അപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന ആശയം, മറ്റേ കാബിലാമിനെ പോലെ. യാങ് വോഡിൻ പിന്നും ആ വെപ്പൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ജയിച്ചേ മതിയാകും എന്ന് മനസ്സിൽ വിചാരിച്ച് ഹോത്തിയൻ ഹാമർ ഇടുന്നു. അത് അടുത്തെത്തുമ്പോൾ തന്നെ ഡെത്ത് ഡൊമൈൻ അത് യൂസ് ചെയ്ത് ഹാമർ എടുത്ത് എറിയുന്നു. ആ ഡൊമൈൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം യാങ് വോഡിനെ ഡിലേ ആക്കി. ടാങ്സനിൽ അത് വന്ന് കുത്തുന്ന ജസ്റ്റ് മുൻപ് തന്നെ അവൻ ഇൻവിസിബിൾ ഗോൾഡൻ ഷീൽഡ് ഉപയോഗിച്ചു. ടാങ്സൻ അറിയാം 3 സെക്കൻഡ് ഇത് കാണുമെന്ന്. അതുപോലെ തന്നെ 3 സെക്കൻഡ് ആയപ്പോൾ തന്നെ അത് പോയി. ടാങ്സൻ അവൻ്റെ നെഞ്ച് കുത്തി ആ സ്പിയർ ഭിത്തിയിൽ പോയി തറച്ചിരിക്കുന്നു. അങ്ങനെ പയ്യെ പയ്യെ ടാങ്സിൻ്റെ ബോധം പോകുന്ന സമയത്താണ് അത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. എന്നാൽ അപ്പോഴാണ് ഒരാളുടെ എൻട്രി. നീ എന്നെ ദേഷ്യപ്പെടുത്താൻ പാടില്ലായിരുന്നു. ടാങ്സൻ്റെ സ്പിരിറ്റ് പവർ ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഷിയാവിൻ്റെ ടെറിഫിക്കായ ലുക്കും അതുപോലെ കൺട്രോൾ ചെയ്യാനും അവന് കഴിയില്ല. അപ്പോൾ തന്നെ ഷിയാവ് അവിടെ നിന്ന് നടന്നു വന്നിട്ട് കാല വരെ തൂക്കിയടി. പിന്നെ അങ്ങോട്ടൊരടി തന്നെ. ഷിയാവിൻ്റെ ബ്രൂട്ടൽ അറ്റാക്കായ 8 ഫ്ലിങ്കിങ് സ്കില്ല് വെച്ച്. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരിപ്പോൾ എന്താ ഉണ്ടായി എന്ന രീതിയിൽ. ഷിയാവിൻ്റെ 8 ഫ്ലിങ്കിങ് സ്കില്ല് അറിയാലോ. പോലും എന്നെ ഇട്ട് അടിച്ച് ആദ്യം അതിനേക്കാൾ നന്നായിട്ട് ഫാറ്റ് കയറിയ അവനെയും കൊടുത്തിട്ടുണ്ടല്ലോ. യാങ് വോഡിൻ ഇത്രയും നേരം കണ്ടതുപോലെ അല്ലാതെ ഇവ വാരി പറകി അടി തന്നെ. പാവം എത്ര ടെറിഫിക്കായിരുന്ന ആളായിരുന്നു. ടാങ്സൻ അവൻ്റെ പരമാവധി നോക്കിയിട്ട് നിർത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് കേട്ടിട്ട് യാങ് വോഡിനെ 180 ഡിഗ്രിയിൽ കറക്കി മേലോട്ട് എറിയുന്നു. ഒരു റോക്കറ്റ് പോണ്. അതിനുശേഷം താഴേക്ക് വന്ന് വീഴുന്ന ടാങ്സനെയും പിടിക്കുന്നു. ഫാറ്റിയാണെങ്കിൽ ആ സ്കില്ല് 8 ഫ്ലിങ്കിങ് സ്കില്ലിൻ്റെ 8 പ്രാവശ്യം അവൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ടാങ്സ് ഷിയാവിനോട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ മുറിവ് ഹീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ? കാരണം അവൻ്റെ സോൾ ബോൺ ബ്ലൂ സിൽവർ എംപററിൻ്റെ ആണല്ലോ. നിങ്ങൾ ഗോട്ടിനെ പോയി നോക്ക് എന്ന് ടൈറ്റൺ പറഞ്ഞു വിടുമ്പോൾ ഷിയാവാണെങ്കിൽ ഞാൻ പോകുന്നു എന്നൊരു ആക്ഷനിൽ മറഞ്ഞുപോയി. ടാങ്സനാണെങ്കിൽ ഇവളെങ്ങനെ വന്നു എന്ന് നോക്കുമ്പോഴുണ്ട് അതിനകത്ത് ഷിയാവുവിൻ്റെ എന്തോ കണ്ട് അവൻ അതിശയിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പോകുന്നു എന്ന് വെപ്രാളത്തോടെ മുന്നോട്ട് നടക്കുന്നു. ഫാറ്റിയപ്പോൾ വഴി ഇങ്ങോട്ടാ. അത് കേട്ട് അവനും തിരിച്ച് പോകുന്നു. അതിനുശേഷം ടാങ്സൻ റൂമിലെ ഷിയാവിനെ നോക്കിയിട്ട് അവിടെ കിടക്കുന്നു. അതേസമയം പുറത്ത് യാങ് വോഡിനെ കാണാൻ വേണ്ടി 3 പേര് നിൽക്കുമ്പോൾ യാങ് വോഡിൻ കണ്ണു തുറക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു കിട്ടും. ടാങ്സൻ അവന് വല്ലതും പറ്റുമോ? എൻ്റെ സ്പിയർ അവന് നല്ല പരിക്കേൽപ്പിച്ച് വേണം, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് അവൻ മരിച്ചു, ഞാൻ അവനെ കൊന്നു എന്നൊരു ടെൻഷനാകുമ്പോഴാണ് ടൈറ്റൻ ഗാവോ മതി ഇവനെ കളിപ്പിച്ചത്
എന്ന് പറഞ്ഞ് അവന് കുഴപ്പമില്ല, സ്വന്തമായിട്ട് ഹീൽ ചെയ്തു. അത് കേട്ട് സ്വന്തമായിട്ടോ ഞാൻ തോറ്റല്ലോ, അവൻ എന്തെങ്കിലും പറഞ്ഞു, ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക, നാളെ അവൻ പറഞ്ഞോളും എന്ന് പറഞ്ഞ് വിടുന്നു. യാങ് കൂടി പോകുമ്പോൾ ഇത്രേ ഉള്ളൂ, അവൻ്റെ ദേഷ്യം മാറി. അതിന് അവൻ്റെ ജീവൻ കൊടുത്താണ് അവൻ ഇങ്ങനെ ആക്കിയതെന്ന്. അവസാനം നമ്മൾ വീണ്ടും ഒരുമിച്ചു എന്ന് ബായ് പറയുമ്പോൾ അത് കേട്ടിട്ട് ഗാവോ, ഇന്നലെ നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, സമ്മതിച്ച പോലെ ആണല്ലോ. അത് കേട്ട് അവരെല്ലാവരും ചിരി. അതിനുശേഷം ടാങ്സൺ ഉറങ്ങുമ്പോൾ അവൻ്റെ ഡ്രീമിൽ ഷിയാവു അടുത്തോട്ട് വരുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അതൊരു സ്വപ്നമായിരുന്നു എന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്ക് ഫാറ്റ് വന്ന് വിളിക്കുന്നു, വരുന്നില്ലേ? അപ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഷിയാവിനെ നോക്കുമ്പോഴുണ്ട് അവൻ എന്തോ കണ്ട് ഞെട്ടി. ഡിഫൻസ് ട്രൈബിലെ ചീഫ് അവിടെ വെയിറ്റിംഗ് ആണ്, ഫുഡ് കഴിക്കാനും ഉണ്ട്, വാ നീ വെക്കോ ഞാൻ വരാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥ ബോഡിയിൽ ഷിയാവ് ഉറങ്ങുന്നു. അത് കണ്ട് അവന് സന്തോഷത്തോടെ എന്തു പറയണമെന്ന് അറിയില്ല. അവൾക്ക് ആ ബോഡി പഴയതുപോലെ തിരിച്ചിട്ടത് എന്നല്ലേ, കാരണം അവൾ കഴിച്ച ഹെർബലാണ്. അന്ന് എർമിങ് പറഞ്ഞ രണ്ടാമത്തെ ഹെർബൽ ഹ്യൂമൻ ഫോമിലോട്ട് മാറ്റുന്നത്. അതാ നിഗൂഢ കുളത്തിൽ എവിടെയും കണ്ടില്ലല്ലോ, അതാണ് ഇപ്പോൾ അവൾ കഴിച്ചത്, പഴയ ബോഡിയിലേക്കും വന്നത്. അവളെ സന്തോഷത്തോടെ നോക്കുമ്പോഴാണ് അവൾക്ക് സോള് അഥവാ ആത്മാവ് ഇല്ല എന്നത് മനസ്സിലായി. കാരണം സോള് വേക്കപ്പ് ചെയ്യാൻ വേറെ ഹെർബല് വേണമല്ലോ, കൂടെ ഗ്രാൻഡ് സോൾഡന്റ് മാസ്റ്റർ ആയതിനു ശേഷം ഉള്ള 9 സോൾ റിംഗ് കൊടുക്കണം, അതുപോലെ സോൾ ബോൾ. എങ്കിലും ടാങ്സന്റെ സ്പിരിറ്റ് പവർ ഉപയോഗിച്ച് ഷിയാവിന്റെ സോളിനെ കുറച്ചു നേരം പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിന് കാരണം അവന്റെ സ്പിരിറ്റ് പവർ എന്നത് ഒരു ഗ്രാൻഡ് സോൾഡന്റ് മാസ്റ്റേഴ്സിന്റെ ലെവലാണ്. അത് മനസ്സിലാക്കി നിന്നെ ഉറപ്പായി റിവൈവ് ചെയ്യും. അവളെ എഴുന്നേൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ലിവിംഗ് റൂമിൽ ടാങ്സന് ഷിയാവും വരുന്നു. അവളെ കണ്ട് ഷിയാവു എന്നത് കണ്ട് അതിശയം. ടാങ്സനെ മാത്രമല്ലേ അവൾക്കറിയൂ, ആദ്യം കണ്ടതുകൊണ്ട്. അവളെ അവിടെ ഇരുത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവളും കൈ പിടിക്കുന്നു. പിന്നെ അവളെ കൊണ്ട് സംസാരിക്കുന്നു. ഇവളുടെ പേര് ഷിയാവു, എൻ്റെ ലവർ, എന്നെ ഇവൾ സേവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അൺകോൺഷ്യസ് ആയത്. യാങ്കൂടിനോട് എൻ്റെ ബെറ്റ് മറന്നില്ലല്ലോ, നീ പറ. ഒന്നുമില്ല, ഞാൻ തരുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ബായിക്കൊരു സന്തോഷം. ആ ഹെർബലി ഷിയാവ് കഴിച്ചല്ലോ അതറിയാതെ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഹെർബലാണ്, മറ്റേ പോയിസൺ അകറ്റുന്ന സിൽക്ക് ഫ്രാഗ്രന്റ് പൂവ്. അത് കണ്ട് ഇതു അവൾ മറ്റേത് എന്ന് ബായ് ചോദിച്ചപ്പോൾ ഷിയാവ് അത് കഴിച്ചു എന്ന് പറയുന്നു. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തരുവാണോ? അത് ഇത് നിനക്ക് ആദ്യമേ തന്നൂടായിരുന്ന, വെറുതെ നമ്മൾ ഫൈറ്റ് ചെയ്തു, ഞാൻ ഇനി നിന്റെ അണ്ടർ തന്നെ ആയിരിക്കും. അത് കേട്ട് ടാസൻ്റെ പോയി. ബാക്കിയുള്ളവരും എത്ര ടെറിഫിക്കായ ആളായിരുന്നു. ഇപ്പോൾ കണ്ണുകൾ തള്ളി ആ ഹെർബല് നോക്കുന്നു. അങ്ങനെ വേറെ ലോകത്തെട്ട് പോയി. അവിടെയാണെങ്കിൽ ചാടി കളിക്കുന്നു കൊച്ചു പിള്ളേരെ പോലെ. ഈ ഒരെണ്ണം വാങ്ങാൻ പോലും കഴിയില്ല, ഇതിന് പൈസ എത്ര കൊടുത്താലും കിട്ടില്ല എന്ന് പറഞ്ഞ് അതിപ്പോൾ സ്വന്തമായിട്ട് കിട്ടി എന്നതിൽ സന്തോഷം. നീയപ്പോൾ ടാസ്ക് പ്ലാനിൽ ചേരുന്നോ? അതെ അതെ, എന്തോ ആകട്ടെ കാര്യം നടന്നു എന്ന രീതിയിൽ ബാക്കിയുള്ളവർ 3 ടെൻഷൻ അടിച്ച യാങ് ബോഡിയും കാണിക്കുന്നത് കൊണ്ട് വൻ കോമഡി. ടാങ്സനോട് കാര്യം പറയുമ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളെൻ്റെ സീനിയേഴ്സാണ്, ടാങ്സ് ക്ലാനിലെ എൽഡേഴ്സും, അതുകൊണ്ട് എന്നെ ടാങ്സൻ എന്ന് വിളിച്ചാൽ മതി. അവരും ഒക്കെ. അവർ പോകുമ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് വീണു. അതിനുശേഷം അവരവിടെ നിന്ന് ടയാൻഡോ ലക്ഷ്യമാക്കി പോയി. ടാങ്സൻ ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. അവർ ഷ്രെക്ക് സ്കൂളിൽ എത്തിയപ്പോൾ ഫാറ്റി വന്നിട്ട് ടാങ്സനെ കളിയാക്കിയാൽ അവർ പിന്നെ ടീച്ചേഴ്സിനെ കാണാം എന്ന് പറഞ്ഞ് അകത്തേക്ക്. അവർ ഷിയാവിനെ കാണുമ്പോൾ വളരെ ഹാപ്പിയാകും എന്ന് ഫാറ്റ് പറഞ്ഞിട്ട് ടൈറ്റൻ 3 മാസം കൊണ്ട് ടാസ്ക് പ്ലാൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അതുവരെ ഫ്രീ ആയിട്ടിരിക്കാം എന്ന രീതിയിൽ പറയുമ്പോൾ നീ ആദ്യം 60 ലെവലാകും. ഷിയാവും ടാങ്സനും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്ക്, എങ്കിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രോങ് ആകും ഷൗയാങ്ങിന് വേണ്ടി. അത് കേട്ട് ഷൗയാങ്ങോ അറിഞ്ഞില്ലേ, അവനൊരു കാതൽ. അപ്പോഴാണ് അവിടെ ആരെയും തന്നെ കാണുന്നില്ല എന്ന് മനസ്സിലായത്. എവിടെ പോയി എന്ന് നോക്കുന്നു. അവർ വന്ന് നോക്കുമ്പോഴാണ് ആ 5 എലമെന്റിലെ ആ 4 എലമെന്റ് അവർ മാത്രമേ ഉള്ളൂ. ഒരാൾ മാർഷൽ സോളുകളിലുള്ളവരാണ്. അവരവിടെ നിന്ന് നിങ്ങളിവിടെ വരുമെന്ന് തന്നെ വിചാരിച്ചതേയില്ല. അൻപവ് വേണ്ട. അപ്പോൾ ഫെങ് എംബറർ ടയാൻഡോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ടയാൻഡോ സിറ്റിയിലേക്ക് വന്നു. ഇവിടെ വന്നത് ചോദിക്കുമ്പോൾ നമ്മൾ ഷ്രെക്ക് ഡെവിൾസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണ് വന്നത്. എന്നാൽ വന്നു നോക്കുമ്പോൾ മുബായും സൂക്കിയും ഷിംഗ്ലി എംബറിൽ പോയി. ടാങ്സനെ കാണാനുമില്ല. അത് കേട്ട് ഫാറ്റി ഇതുവരെയും ടാങ്സനെ മറന്നില്ലേ? അവനെ പറഞ്ഞിട്ട് ദാ നിൽക്കുന്ന ഷിയാവ് ടാങ്സനായിട്ട് ക്ലോസ് ആയിരുന്നല്ലോ, അവ ഇല്ലാത്തപ്പോൾ വേറെ ഒരുത്തനെ കിട്ടിയോ? അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. ടാങ്സൻ മുന്നിൽ വന്നിട്ട് ഞാനാണ് ടാങ്സൻ. അത് കേട്ട് അവർ ഷോക്കായി പോയി. വെറുതെ അല്ല അവൾ എപ്പോഴും നിന്റെ കൂടെ ഉള്ളത്. അപ്പോഴേക്കും നിങ്റോങ്ങും ഓസ്കാറും ഓടി വന്ന് കാര്യമൊക്കെ അറിഞ്ഞു. നിങ്റോങ് അപ്പോൾ എന്നാൽ നമുക്ക് ഒരു പ്രദേശം ഉണ്ടല്ലോ. അവർ വന്ന കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം നോക്കുമായിരുന്നു. ഈ സ്ഥലം നമുക്ക് സ്യൂട്ടബിളാണ്, ഇവിടെ ഇനി മുതൽ നമുക്ക് ഉള്ളതാണ് എന്ന് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ടയാൻഡോ ഇമ്പീരിയൽ സ്കൂളിൽ പോയിക്കൂടെ? അവിടെ ഉള്ളവർക്കുമായിട്ട് നമുക്ക് പ്രശ്നം. നമ്മുടെ സ്കൂളിൻ്റെ കൾച്ചർ കളയാൻ ആഗ്രഹിക്കുന്നില്ല.
ഇവിടെ നമ്മൾ നിങ്ങളെ റിജക്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് കേട്ട് എല്ലാവർക്കും ചിരി. പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയവർ ആരായി? അവർ മുൻപ് 5 എലമെൻറ്റ് ഓരോരോ സ്കൂളായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് അതിലെ ലീഡർ ഫെങ്ങായി. 5 എലമെൻ്റ് 4 4 എലമെൻ്റാണ്. അവസാനം ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത്. അവൾ സ്ട്രോങ് ആയി. അടുത്ത ബെറ്റിനായിട്ട് വെക്കുമ്പോൾ ടാസൻ ഫൈറ്റിനായിട്ടാണോ? എങ്കിലൊക്കെ അവർക്കും സമ്മതം. ജയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാം. തോറ്റാൽ ഈ സ്കൂളിനെ ഇനി പറയരുത്. ഷിയാവോനെ നിങ്ങളങ്ങനെ കൊടുത്തിട്ട് ഞാൻ വരാം എന്ന് അവളോട് പറഞ്ഞിട്ട് 5 വർഷം മുൻപ് അവർ നമ്മളെ തോൽപ്പിച്ചു. അവ ഇനിയും മിറാക്കിൾ കാണിക്കാം. എങ്കിലും നമ്മൾ ജയിക്കണം. ഓക്കെ. അവർ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അതിനുശേഷം സോൾ റിംഗ് എടുത്തു. ഷൂവോന് 52, ഷുവാങ്ങിന് 53, ഫെങ്ങിന് 61. അവർ സോൾ റിംഗ് എടുത്ത് നിൽക്കുമ്പോൾ ടൈഫോൺ കാനിയോൻ എന്ന ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുന്ന ഒരു സ്ഥലത്ത് ഫെങ് ട്രെയിനിങ് ചെയ്യുന്നു. അത് നോക്കി ഷൂവും. അത് അത്രത്തോളം പാടായിരുന്നു. പല തവണ അവൻ പോയിട്ട് നടക്കുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. പയ്യെ അവൻ അത് നോക്കുന്നെങ്കിലും വീഴുന്നുണ്ട്. ഷൂവ് വന്ന് കൈ കൊടുക്കുന്നു. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കല്ല് വന്ന് അവളെ ഇടിക്കാൻ വരുന്നത്. അത് കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഷവിയാങ് മുൻപ് ചെയ്തത് പോരെ എന്നിട്ട് മുന്നോട്ട് നടക്കുന്നത് കാണിച്ച് പ്രസന്റ്. ഫെങ് ഒരു സോൾ എംപറർ ആയില്ലേ എന്ന് പറയുമ്പോൾ അതെന്താ? അതിനു മുൻപേ തോൽവി സമ്മതിക്കാനാണോ? ആരോട്? ടാങ്സൻ അവൻ്റെ സോൾ റിങ് വെളിയിലെടുക്കുന്നു. അതിലെ ആ റെഡ് സോൾ റിങ് ഉണ്ട്. സെഞ്ചുറി മില്യനിമോ എന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്കായി. 66 ലെവൽ കൺട്രോളിംഗ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് റെഡിയാകുമ്പോൾ അവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഷുവാങ് അവൻ്റെ സോൾ സ്കില്ല് വെച്ച് ഫയർ ഡ്രാഗൺ ടാങ്സന് നേരെ വിടുന്നു. അത് വന്ന് ഇടിക്കുമ്പോൾ അവൻ്റെ കേജ് വെച്ച് അവൻ കവറിങ് ആയിരുന്നു. ആ പ്ലാന്റ് കണ്ട് മുൻപത്തേക്കാൾ ഒരുപാട് ചേഞ്ചായി എന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം ഫെങ്ങും ഷൂവും കൂടി ഒരു ഫ്യൂഷൻ സ്കില്ല് ഉണ്ടാക്കി. അത് വളരെ പവർഫുള്ളും ആണ്. അത് ആ പ്ലാന്റിന് വന്ന് അടിക്കുമ്പോൾ ഫാറ്റാണെങ്കിൽ അത് ഫയർ റെസിസ്റ്റൻ്റ് ആണല്ലോ എന്ന രീതിയിൽ നിൽക്കുന്നു. പെട്ടെന്നത് പൊട്ടി. അത് കണ്ട് ഷോക്കായി പോയി. ഇത് കണ്ടോ എന്ന രീതിയിൽ ഒരു ചിരി. അവിടെ നിന്ന് കോസ്റ്റ്ലി ട്രൈസ് ഉപയോഗിച്ച് അവർക്ക് നേരെ വരുന്നു. അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി പോകുന്നു. എന്നിട്ട് ഗോഡ് കില്ലർ, അത് ഡെത്ത് ഡൊമൈൻ്റെ ഒരു സ്കില്ലാണ്. അത് വെച്ച് ഒറ്റയടി ഫെങ് പുറകോട്ട് പോയി. അവൻ അതിശയത്തോടെ ടാക്സനെ നോക്കുന്നു. ഷുവാങ് അപ്പോൾ തന്നെ ഒരു സ്കില്ല് വെച്ച് അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ടാക്സൻ അതിൽ നിന്നല്ല മിസ്സായി പോകുന്നുണ്ട്. അതവൻ്റെ ടാലൻ്റാണ്. ഈ സ്കില്ല് ഒരുപാട് സോൾ പവർ കുറയ്ക്കും എന്ന് ടാങ്സനും അറിയാം. അതിൻ്റെ കൂടെ ഫെങ് 3rd സോൾ സ്കില്ല് ഉപയോഗിക്കുന്നു. ഡെവിൾ വോൾഫ് 36 ചോപ്പ് എന്നാണ് നിങ്ങളൊന്ന് പറഞ്ഞത്. അത് കുറച്ച് ടൈം എടുക്കും എന്ന് ടാങ്സനും അറിയാം. അവൾ ഷൂബ് കൂടി അവളുടെ ഒരു സോൾ സ്കില്ല് ഉപയോഗിച്ച് ഫാറ്റിയുടെ ആ മെറ്റ സ്ട്രൈക്ക് പോലെയുള്ള അത്ര സ്ട്രോങ് അല്ലെങ്കിലും അത്യാവശ്യം പവർ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഷുവാങ്ങിൻ്റെ അറ്റാക്കും. എന്നാൽ ആ വരുന്നതൊക്കെ ടാങ്സൻ നിസ്സാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണ് ലെവല്. അതുപോലെ ഷുവാങ്ങുമായിട്ട് ഫൈറ്റ് ഒരു നിമിഷം കഴിയുമ്പോൾ ഷുവാങ്ങിനെ അടിച്ചിട്ടിട്ട് ഷൂവിനെ പ്ലാന്റ് വെച്ച് കുരുക്കി അവരടുത്തേക്ക് വിടുന്നു. എന്നിട്ട് 4th സ്കില്ല് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നു. അതിലെ പോയിസൺ അവനുള്ളിലും കയറി അവന് മയക്കം വരാനും തുടങ്ങി. അതിനുശേഷം ഫെങ് മാത്രം സ്പിയർ എടുത്തിട്ട് പറന്ന് അവനടുത്ത് ചെല്ലുന്നു. എന്നിട്ട് അവൻ്റെ ആ വിങ്സ് പൊട്ടിക്കാനും നോക്കി. അതുകൊണ്ട് ടാങ്സൻ എന്ന് പറഞ്ഞ് അറ്റാക്ക്. എന്നാൽ മുൻപത്തേക്കാൾ പല മടങ്ങ് സ്പീഡാണ് അവനുള്ളത്. അതുകൊണ്ട് തന്നെ ടാങ്സിന് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഫെങ് എൻ്റേത് 36 അല്ല 52 എന്ന് പറഞ്ഞ് ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതെല്ലാം കണ്ട് അവന് പുറമേ ബോധമില്ലെങ്കിലും അവന് പരിക്ക് പറ്റുന്നത് കണ്ട് ടെൻഷൻ. എന്നാൽ അത് കണ്ട് ചിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ്റെ വിങ്സ് ഫ്രീസ് ആയത്. നോക്കുമ്പോൾ ഉണ്ട് ടാങ്സൻ ഹീനോ സ്പിരിറ്റ് അതുകൂടാതെ ഡെത്ത് ഡൊമൈൻ കൂടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ അവൻ ഹീനോ സ്പിരിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ടെലിപ്പോർട്ട് ചെയ്ത് സ്പിയർ എടുക്കുമ്പോൾ എനിക്ക് ഇനി തോൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വരുന്നതും ആ സ്പിയർ ഉപയോഗിച്ച് ആ വിങ്സ് പൊട്ടിച്ചു. പിന്നെ അവനെ തെറിപ്പിച്ച് അവനെ തറയിൽ വീഴ്ത്തി. അത് കണ്ട് ഷൂവിന് സങ്കടം. പെട്ടെന്ന് തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴാണ് അപ്പോഴേക്കും ടാസം സ്പിയർ വെച്ച് അവനെ കീഴടക്കി. അങ്ങനെ ആ ഫൈറ്റ് അവിടെ കഴിയുന്നു. ഇനി ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ ഇതുവരെയിട്ടും ഹോത്തിയൻ ഹാമറും റാണ്ട ഹാമർ സ്കില്ല് ഉപയോഗിച്ചിട്ടില്ല. അവനും തോൽവി സമ്മതിക്കുന്നു. എല്ലാവരും ഹായ് ഹോയ് ഹോയ്. ഫെങ്ങപ്പോൾ ഈ 5 വർഷം ട്രെയിനിങ് ചെയ്തിട്ടും നിന്നെ എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഷൂവ് വന്നിട്ട് നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. അടുത്ത 5, 10, 20 എത്രയായാലും ഞാൻ നിൻ്റെ കൂടെ കാണും. നമുക്ക് ഒരുമിച്ച് ട്രെയിൻ ചെയ്യാം. അതൊക്കെ കേട്ട് ടാക്സ മനസ്സിൽ എത്ര തന്നെ പവർ ഉണ്ടായിട്ടും വേണ്ടപ്പെട്ടവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല, ഞാൻ എങ്ങനെയും ഷിയാവിനെ തിരിച്ചു കൊണ്ടുവരും മനസ്സിൽ ഉറപ്പിക്കുന്നു. അതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. ഓക്കെ, ബൈ.